പെന്നിനുള്ളിൽ ഇൻസുലിൻ എങ്ങനെ നിറയ്ക്കുന്നു, അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നൊന്ന് നോക്കാം. ഇത് ലാൻഡസ് നിറച്ചിട്ടുള്ളൊരു പെനിൻസുലിനാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ പാരൻസ് എടുക്കുന്നതാണ്. ഇത് കാണാൻ ഇങ്ങനെ ഇരിക്കും. ഇത് ക്യാപ്പ് തുറക്കാം. ഇനി ഫസ്റ്റ് റീഫില്ല് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തുറക്കാൻ പറ്റും, ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിലാണ് മെഡിസിൻ വെക്കുക. മെഡിസിൻ വെക്കുന്നതിനാണ് കാട്രിഡ്ജ് ഇൻസേർട്ട് ചെയ്യാന്ന് പറയാം. ഇതിങ്ങനെ ഇവിടെ നീഡിലാണ് ഉണ്ടാവുക. നമ്മൾ മേടിക്കുമ്പോൾ അതിൽ നീഡിലൊന്നും ഉണ്ടാവില്ല. നമ്മൾ സെപ്പറേറ്റ് നീഡിൽ മേടിച്ചിട്ട് ഇവിടെ വെക്കുകയാണ് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിങ്ങനെ മെഡിസിൻ സെപ്പറേറ്റ് ആയിട്ടാണ് കിട്ടുക. കണ്ടോ, ഈ മെഡിസിൻ ഇതിൻ്റെ അകത്തേക്ക് ഇടാം. എന്നിട്ട് ഫസ്റ്റ് യൂസ് ആണെങ്കിൽ ഇതിങ്ങനെ തന്നെ ഉണ്ടാവും. ഇതിങ്ങനെ നമുക്ക് ക്യാപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു ടിക്ന്നൊരു സൗണ്ട് കേൾക്കും. അപ്പൊ തന്നെ ഇത് ഓക്കെ ആയി. എല്ലാം ഇത് ഒരിക്കൽ ഉപയോഗിച്ച് ഇത് MD ആയി കഴിഞ്ഞിട്ട് റീയൂസ് ചെയ്യാനാണെങ്കിൽ ഇതിനകത്തുനിന്ന് MD ആയിട്ടുള്ള സാധനം എടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ സെയിം നമുക്ക് മേടിക്കാൻ കിട്ടും ഫാർമസിയിൽ കാട്രിഡ്ജ്. അത് മേടിച്ചിട്ട് ഇത് ഇതിൻ്റെ അകത്ത് ഇടാം. ഇതിൻ്റെ ഉള്ളിലൊരു സ്പ്രിങ് ഉണ്ട്. നമ്മളിവിടെ ഡോസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ട് കേട്ടോ. 1 2 3 എന്ന് എഴുതിയിട്ടുള്ള കാണുന്നുണ്ടോ? ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് 0-ലാകുമ്പോഴാണ് ഇത് തീരുക. അപ്പൊ തന്നെ ഇതിന്റെ ഉള്ളിലുള്ള സ്പ്രിങ് ഇങ്ങനെ മുകളിലോട്ട് അകത്തേക്ക് വെളിയിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇവിടെ ഇങ്ങനെ സ്പ്രിങ് നീണ്ടു വെപ്പുണ്ടാവും. നിങ്ങൾക്ക് ഇപ്പൊ രണ്ടാമത് ഈ മെഡിസിൻ ഇടുന്നെങ്കിൽ അപ്പം ഈ സ്പ്രിങ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, അത് അകത്തേക്ക് പോയിണ്ടാവും. അപ്പൊ തന്നെ ഇത് ഇതിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ എന്താ തിരിക്കുമ്പോ ടിക്കുന്നൊരു സൗണ്ട് കേൾക്കും. അത് കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളിൽ ഇവിടെ നീഡിൽ വെക്കേണ്ടത്. ഇതിങ്ങനെ നമുക്ക് മേടിക്കാൻ കിട്ടും സെപ്പറേറ്റ് നീഡിൽ. ഇൻസുലിൻ നീഡിൽ നിന്ന് ചോദിച്ചാൽ മതി. പെന്നിന്റെ ഇൻസുലിൻ നീഡിൽ ചോദിച്ചാൽ മതി. ഈ നീഡില് ഇതിലേക്ക് ഇങ്ങനെ നമ്മൾ ഈ കുപ്പിയൊക്കെ തിരികെ അടക്കില്ലേ, അതുപോലെ അടയ്ക്കേണ്ടത്. അടച്ചു കഴിഞ്ഞിട്ട് ഇതിന്റെ നീഡിലിന്റെ തുമ്പിൽ ക്യാപ്പ് ഉണ്ട്. ക്യാപ്പ് ഇങ്ങനെ എടുക്കുക. എടുക്കുമ്പോഴേ നീഡിൽ കണ്ടോ, കാണാനുണ്ടാവില്ല, ഒരു കുഞ്ഞു നീഡില്ല. ഇത് നമ്മൾ ഡോസേജ് എന്നിട്ട് ഈ ഫസ്റ്റ് തന്നെ ഈ നീഡിൽ ഇങ്ങനെ ക്യാപ്പൊന്നും എടുക്കാണ്ട് തന്നെ എത്രയാണോ നമുക്ക് ഡോസ് എടുക്കേണ്ടത് ആ ഡോസ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കറക്കിയാൽ മതി. ഇതേ കണ്ടോ, ഇങ്ങനെ കറക്കുമ്പോൾ ഇപ്പൊ 10 എടുക്കേണ്ടിയെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഒരു വര കണ്ടോ, വെള്ള വര. ആ വെള്ള വരേണ്ട അവിടെ ആക്കുക. ഡോസേജ് 10 12 15 20 എത്ര വെച്ചാ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് നീഡിലെടുക്കുക. നീഡിലെടുത്തിട്ട് ജസ്റ്റ് അബ്ഡമനില് ചെയ്യാം, തൈസിലും ചെയ്യാം. അത് നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചാൽ പൊസിഷൻസ് ഒക്കെ അവർ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരും. ഈ പൊസിഷൻസ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപ്പ് നേരെ ഇങ്ങനെ